ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ 4 ടെസ്റ്റ് ട്യൂബുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ? ഇവിടെ നോക്കൂ, ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. വളരെ ശാന്തമെന്ന് നമുക്ക് തോന്നും, പക്ഷേ അടിയിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, ഒരു സെഡിമെൻ്റ് ഉണ്ട് അല്ലേ? പ്രസിപ്പിറ്റേറ്റ് നമ്മളൊന്ന് സ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഷേക്ക് ചെയ്യുക, ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ എന്തായി? അത് കലങ്ങി മറിഞ്ഞു അല്ലേ? അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു. അത് വളരെ ടർബിഡായി. ഇനി അതിനകത്തൊന്നും തെളിഞ്ഞ് കാണാൻ പറ്റില്ല. ആകെ ഒരു കലക്ക വെള്ളം പോലെ അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. വളരെ ശാന്തമാണെന്ന് തോന്നും, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഭവം അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ, പ്രവൃത്തികൾ, ഇത് മതി അടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചിന്തകൾ മനസ്സിനെ മുഴുവൻ കലുഷമാക്കും അല്ലേ? ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഇത് വെള്ള നിറത്തിലായിരിക്കുന്നത് ഈ പ്രസിപ്പിറ്റേറ്റ്. എന്നാൽ ചില സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലോ നമ്മുടെ ജീവിതത്തെ സ്വർണ്ണ സമാനമാക്കും അല്ലേ? ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ട ഗോൾഡൻ സ്പാങ്കിൾസ് ടെസ്റ്റ് പോലെ, സ്വർണ്ണ തരികൾ പോലെ നമുക്ക് സന്തോഷം തരുന്ന ചില നിമിഷങ്ങളായിരിക്കും. അങ്ങനെ മനസ്സിനെ മുഴുവൻ അത് സന്തോഷമാക്കുന്ന ചിന്തകളായിരിക്കും അല്ലേ? ഇനി മറ്റ് ചിലതുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ശക്തി മുഴുവൻ ചോർന്നു പോകുന്ന ചില നെഗറ്റീവ് തോട്ട്സ്. അത് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാവാം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ മറ്റു ചില കാര്യങ്ങളായിരിക്കാം. അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊന്തി വന്ന് നമ്മളെ മുഴുവൻ മ്ലാനമാക്കും. അങ്ങനെ ചില നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ആകെ പിടിച്ചുലയ്ക്കും. പക്ഷെ ഇതിൽ നിന്നെല്ലാം അതീതമായിട്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായി വയ്ക്കാനും, ഇങ്ങനെയുള്ള സെഡിമെൻറ്റ്സ് അവിടെ അടിഞ്ഞുകൂടി കിടക്കാതെ അതിനെല്ലാം അപ്പോഴേ ക്ലിയർ ചെയ്ത് മനസ്സ് എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കണം. ഇവിടെ ദൂരെ ഇരിക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബ് നോക്കൂ, ഇവിടെ സെഡിമെൻറ്റ്സ് ഒന്നുമില്ല, ക്ലിയറാണ് അല്ലേ? ഇതുപോലെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കാൻ വേണ്ടുന്ന ടെക്നീക്സ്: മെഡിറ്റേഷൻ, സത്സംഗം, നല്ല ചിന്തകൾ, നല്ല വായന, എപ്പോഴും സന്തോഷമായിരിക്കുക. ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മുടെ ഫുൾ ടെസ്റ്റ് ട്യൂബാണ് അല്ലേ? മനസ്സ് മുഴുവൻ ശാന്തമായും സന്തോഷമായും സ്വസ്ഥമായും വയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം ഒരു ഈ പ്രസിപ്പിറ്റേറ്റഡ് തോട്ട്സ്, നമ്മുടെ ഉള്ളിലെ പ്രസിപ്പിറ്റേറ്റഡ് തോട്ട്സ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതെപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ബാധിച്ച് കിടക്കും. അപ്പം അത് വേണ്ട, അത് കഴിഞ്ഞു, ദാറ്റ് ഈസ് പാസ്റ്റ്. അപ്പം നമ്മുടെ പ്രസൻറ്റ് എപ്പോഴും ക്ലിയർ ആയിരിക്കാൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറും ക്ലിയർ ആവും. ഈ ഒരു കാര്യമാണ് ഈ പ്രസിപ്പിറ്റേറ്റിലൂടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമായോ നിങ്ങൾക്ക് വീഡിയോ? ഇതുപോലെ നമ്മുടെ മനസ്സിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. അതിനായിട്ട് കാത്തിരിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാത്രം.